കവി ശ്രീ ഉള്ളൂരിന്റെ മഞ്ഞത്തുള്ളി എന്ന കവിതയാണ് ഞാൻ ഇന്ന് ചൊല്ലുന്നത്. പോകൊല്ലേ പോകൊല്ലേ ഞങ്ങളെ കൈവിട്ട് നാഗത്തേക്കൻ മഞ്ഞു തുള്ളികളെ, പുല്ലുകളെങ്ങുമേ നിങ്ങളാൽ മിന്നുന്നു പുൽമുടി ചൂടിന് റാണിമാരായി. പോകൊല്ലേ പോകൊല്ലേ ഞങ്ങളെ കൈവിട്ട് നാഗത്തേക്കൻ മഞ്ഞു തുള്ളികളെ, പുല്ലുകളെങ്ങുമേ നിങ്ങളാൽ മിന്നുന്നു പുൽമുടി ചൂടിന് റാണിമാരായി. സൂനങ്ങൾ നിങ്ങളാലേന്തുന്നു നിർഭരമാനന്ദ ബാഷ്പവും പുഞ്ചിരിയും. സൂനങ്ങൾ നിങ്ങളാലേന്തുന്നു നിർഭരമാനന്ദ ബാഷ്പവും പുഞ്ചിരിയും. താണവർ തൻ പേരിൽ ഇത്രമേലാർജത കാണുവാനെങ്ങുണ്ടു മഞ്ഞിൽ വേറെ. താണവർ തൻ പേരിൽ ഇത്രമേലാർജത കാണുവാനെങ്ങുണ്ടു മഞ്ഞിൽ വേറെ. രാവിൽ വന്നിങ്ങനെ മേളിക്കും നിങ്ങൾ താൻ ദൈവത്തിൻ കാരുണ്യ കന്തളങ്ങൾ. രാവിൽ വന്നിങ്ങനെ മേളിക്കും നിങ്ങൾ താൻ ദൈവത്തിൻ കാരുണ്യ കന്തളങ്ങൾ, ദൈവത്തിൻ കാരുണ്യ കന്തളങ്ങൾ. അത്രമേൽ ശ്വേതങ്ങൾ ഇത്രമേൽ ശീതങ്ങൾ ഇത്രമേൽ പൂതങ്ങൾ നിങ്ങളെല്ലാം. അത്രമേൽ ശ്വേതങ്ങൾ ഇത്രമേൽ ശീതങ്ങൾ ഇത്രമേൽ പൂതങ്ങൾ നിങ്ങളെല്ലാം. എന്തിത്ര പെട്ടെന്ന് പോകുന്നു ഞങ്ങൾക്ക് വന്ധ്യങ്ങളാകൊല്ലേ കൺമിഴികൾ. എന്തിത്ര പെട്ടെന്ന് പോകുന്നു ഞങ്ങൾക്ക് വന്ധ്യങ്ങളാകൊല്ലേ കൺമിഴികൾ. നിദ്രയിലാണ്ടുപോയി രാവെല്ലാം തന്മൂലമൊത്തില്ല നേരത്തെ വന്നു ചേരാൻ. ആതിഥ്യം നൽകുവാൻ വൈകിയതോർത്തുള്ളിൽ ആദിയുണ്ടേറ്റവും ഇപ്പോഴുതോ. ആഗതർ ഞങ്ങളായി അർഘ്യങ്ങൾ നിങ്ങളായി ആതിഥേയങ്ങളായി പുല്ലും പൂവും. ആഗതർ ഞങ്ങളായി അർഘ്യങ്ങൾ നിങ്ങളായി ആതിഥേയങ്ങളായി പുല്ലും പൂവും. ചൂഴവേ നിങ്ങൾ തൻ സ്വച്ഛമാം വെയ്യൊളി ഏഴു നിറങ്ങളിൽ വീശിടുന്നു. ഈ നറുമുത്തുകളേതൊരു ദേവത വാനിൽ നിന്നിങ്ങനെ വാരിത്തൂകി. ചൂഴവേ നിങ്ങൾ തൻ സ്വച്ഛമാം വെയ്യൊളി ഏഴു നിറങ്ങളിൽ വീശിടുന്നു. ഈ നറുമുത്തുകളേതൊരു ദേവത വാനിൽ നിന്നിങ്ങനെ വാരിത്തൂകി. ഈ മഞ്ജുഭൂഷകളേതൊരു വിൺമങ്ക ഭൂമിക്കു പുത്തനായി കോർത്തു ചാർത്തി. ഈ നറുമുത്തുകളേതൊരു ദേവത വാനിൽ നിന്നിങ്ങനെ വാരിത്തൂകി. ഈ മഞ്ജുഭൂഷകളേതൊരു വിൺമങ്ക ഭൂമിക്കു പുത്തനായി കോർത്തു ചാർത്തി. കണ്ണിനാലി നിധി കാണുവാർക്കെന്തിന് കിന്നരനാഥൻ തൻ ക്ഷുദ്രവിത്തം. കണ്ണിനാലി നിധി കാണുവാർക്കെന്തിന് കിന്നരനാഥൻ തൻ ക്ഷുദ്രവിത്തം. കിന്നരനാഥൻ തൻ ക്ഷുദ്രവിത്തം. പ്രഭാതത്തിൽ പ്രകൃതി അരുളുന്ന
കൈവല്യങ്ങളെ സ്തുതിക്കുകയാണ് ഈ കവിതയിൽ. ആർദ്രതയാണ് മഞ്ഞുതുള്ളിയുടെ സഹജഭാവം. അതിന്റെ നൈർമല്യവും ലാവണ്യവും ശീതള സ്പർശവും ഹൃദയഹാരിയാണ്. പ്രഭാതത്തിൽ ഓരോ എലിച്ചപ്പിലും സൂര്യൻ തുഷാരമണി നാളമായി ഉദിക്കുന്നത് മനസ്സിനെ രമിപ്പിക്കുന്ന കാഴ്ചയാണ്. പ്രകാശത്തെ തന്നിലേക്ക് സ്വീകരിച്ച് സപ്തവർണ്ണങ്ങളാക്കി മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയാണ് മഞ്ഞുതുള്ളി. അതുതന്നെയാണ് മഹാന്മാർ ചെയ്യുന്നതും. ലോക നന്മയ്ക്കുള്ള ദർശനങ്ങൾ തങ്ങളിലേക്ക് ആവാഹിച്ചെടുത്ത് അനേകമായ ജീവിതാനുഭവങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുകയാണവർ. മഞ്ഞുതുള്ളിയെപ്പോലെ ആ പ്രവൃത്തിയിൽ അവ സ്വയം അലിഞ്ഞില്ലാതാവുകയും ചെയ്യും. ഞങ്ങളെ കൈവിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകല്ലേ എന്നാണ് കവി മഞ്ഞുതുള്ളിയോട് യാചിക്കുന്നത്. നിങ്ങളുടെ സൗന്ദര്യം ഞങ്ങൾക്ക് കണ്ടുകൊണ്ടേയിരിക്കണം. വിൺമങ്ക ഭൂമിക്ക് ചാർത്തി കൊടുത്ത ഈ നിധി കാണുന്നവർക്ക് മറ്റുള്ളതെല്ലാം ക്ഷുദ്രമായ സമ്പത്തായി തോന്നും എന്ന് കവി സൂചിപ്പിക്കുന്നു. നന്ദി. Please subscribe my channel.